ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ച് ഇറാൻ. സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം അന്തിമമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 282 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ. ആക്രമണത്തിൽ ഇസ്രായേലി നഗരങ്ങളിലേക്ക് 100ഓളം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രായേൽ തൊടുത്തുവിട്ടത്. ടെൽ അവീവിലും ജെറുസലേമിലും നിരവധി പേരെയാണ് ഷെൽട്ടറുകളിലേക്ക് മാറ്റിയത്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 78 പേർ കൊല്ലപ്പെടുകയും 320 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അമീർ സെയ്ദ് ഇർവാനി പറഞ്ഞു. അതിനിടെ പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു. ഫോണിലൂടെയാണ് ഇരുവരും ആശയവിനിമയം നടത്തിയത്. ഇന്ത്യയുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നതായും മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ടെലിഫോൺ സംഭാഷണം നടത്തി. ഏറ്റവും പുതിയ സാഹചര്യത്തെക്കുറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാക്ചിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. 1980-ലെ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇറാന് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഉന്നത സൈനിക കമാൻഡർമാരടക്കം കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്നതിനുള്ള മുൻകരുതൽ നടപടിയെന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം. അതേസമയം ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം അടച്ചു. ജനവാസ മേഖല ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN. ഇരു രാജ്യങ്ങളും സമാധാനത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്ന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ പറഞ്ഞു. ഇസ്രായേലിന്റെ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 254ആയി. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും പ്രദേശത്തുണ്ടായിരുന്നവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. 4 മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഒരു ഡോക്ടറുടെ ഭാര്യയുടെയും മരണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്ഥിരീകരിച്ചു. ഇന്ത്യൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പൌരൻ മാത്രമാണ് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തിരിച്ചറിഞ്ഞ 8 മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി. മറ്റുള്ളവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന തുടരുകയാണ്. നിലവിൽ സിവിൽ ആശുപത്രിയിൽ 31 പേരാണ് ചികിത്സയിലുള്ളത്. അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം AI-171 തകർന്ന് വീണതിനുള്ള കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉന്നതതല സമിതി രൂപീകരിച്ചു. നിലവിലുള്ള പ്രവർത്തന മാനദണ്ഡങ്ങളും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങളും സമിതി പരിശോധിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അപകടങ്ങളുണ്ടായാൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള സമഗ്ര നടപടികളും സമിതി നിർദ്ദേശിക്കും. അഹമ്മദാബാദിലെ വിമാന അപകടത്തെ തുടർന്ന് ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങളിൽ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്താൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ എയർ ഇന്ത്യയോട് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട പ്രാദേശിക ഓഫീസുകളുമായി ഏകോപിപ്പിച്ച് ഉടൻ പരിശോധന പൂർത്തിയാക്കണമെന്ന് DGCA ആവശ്യപ്പെട്ടു. ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങളിലെ തകരാറുകൾ അവലോകനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പവർ അഷുറൻസ് പരിശോധനകൾ നടത്താനും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും DGCA നിർദ്ദേശം നൽകി. പരിശോധനകളുടെ റിപ്പോർട്ട് DGCAയ്ക്ക് സമർപ്പിക്കണം. ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം വളരെ ശക്തമാണെന്നും യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയാണ് ഫ്രാൻസ് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫ്രാൻസിലെ മാർസയിൽ നടന്ന റൈസിന മെഡിറ്ററേനിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ അന്തിമമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഈ മാസം അവസാനത്തോടെ ഇരുപക്ഷത്തു നിന്നുമുള്ള വ്യാപാര മന്ത്രിമാർ ചർച്ച നടത്തുമെന്ന് ശ്രീ ജയശങ്കർ അറിയിച്ചു.
The FTA not as a big idea. I think it's a foundation which will enable us. The big idea is probably in the digital sphere. A combination of how we align on AI, on semiconductors, on fintech, on education, and on talent mobility. These 5 parts are a big game changer in the relationship. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി സൈപ്രസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീ മോദി മറ്റന്നാൾ കാനഡയിലെ കരനാസ്കിസിലെത്തും. ഈ മാസം 17-നാണ് ഉച്ചകോടി. ശേഷം ഈ മാസം 18-ന് പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കും. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യം ആക്സിയം 4 ഈ മാസം 19-നുണ്ടാകുമെന്ന് റിപ്പോർട്ട്. ജൂൺ 11-ന് വിക്ഷേപണം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു. നാസയുമായി ചേർന്ന് തകരാറുകൾ പരിഹരിക്കാൻ പ്രവർത്തിക്കുന്നതായി ആക്സിയം സ്പേസ് അറിയിച്ചതായി ISRO വ്യക്തമാക്കി. വിക്ഷേപണ വാഹനത്തിലെ ദ്രവ്യ ഓക്സിജൻ ചോർച്ച പരിഹരിച്ചതായി ISRO സ്ഥിരീകരിച്ചു. ഇന്ന് ലോക രക്തദാതാ ദിനം. രക്തം നൽകൂ, പ്രത്യാശ നൽകൂ, ഒരുമിച്ച് ജീവൻ രക്ഷിക്കാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. സന്നദ്ധ രക്തദാനം നടത്തുന്നവർ വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സുരക്ഷിത രക്തദാനത്തിന് സജ്ജമാക്കിയ കേരള പോലീസിന്റെ പോൾ ബ്ലഡ് സംവിധാനത്തെക്കുറിച്ച് കൺട്രോളിംഗ് ഓഫീസർ ഷെഹൻഷാ KS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കേരള പോൾ ആപ്പിൽ നിന്നും പോൾ ബ്ലഡ് എന്നുള്ള ഒരു ടാബ് ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെ ഒരു ഡാറ്റാബേസ് ഞങ്ങൾ ജനറേറ്റ് ചെയ്യും. അതിൽ നിന്ന് മെഡിക്കൽ എമർജൻസീസ് വരുമ്പോൾ വി ട്രൈ ടു കോൺടാക്ട് ദോസ് പീപ്പിൾ. ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ പ്രെജുഡിസസും ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ട് ജനങ്ങൾ ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ടും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അർജൻസിനെ കുറിച്ച് മനസ്സിലാക്കി കൂടുതലായിട്ട് ഈ വോളണ്ടറി ഇനിഷ്യേറ്റീവിലോട്ട് വിട്ടുവരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും റിക്വസ്റ്റും ചെയ്യുകയാണ്. നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാർക്കോ ആർക്കെങ്കിലും ഒരു രീതിയിൽ ഒരു പ്രശ്നം വരുവാണെങ്കിൽ വിൽ ബി ദേർ ഫോർ യു. Audiences, please enroll in Poll App so that we can help more people. വാഹായ് കപ്പലിലെ തീ നിയന്ത്രണ വിധേയമെന്ന് തീരരക്ഷാസേനയും പ്രതിരോധ വൃത്തങ്ങളും വ്യക്തമാക്കി. നിലവിൽ കപ്പൽ പുറം കടലിലേക്ക് ടഗ് ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ ഇതിനെ അനുഗമിക്കുന്നു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലയോര കടൽ തീര മേഖലയിലേക്കുള്ള വിനോദയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലോർഡ്സിൽ നടക്കുന്ന ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 282 റൺസ് വിജയലക്ഷ്യം. 3-ാം ദിവസമായ ഇന്നലെ ഓസീസിന്റെ 2ാം ഇന്നിംഗ്സ് 207 റൺസിന് അവസാനിച്ചിരുന്നു. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 2 വിക്കറ്റിന് 213 റൺസ് എന്ന നിലയിലാണ്. 8 വിക്കറ്റ് ശേഷിക്കെ 69 റൺസ് കൂടിയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള ആഗോള ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടക്കുന്നു. കേന്ദ്ര ആയുഷ് മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. 1000 പേർ നേരിട്ടും നിരവധി പേർ വെർച്വലായും പരിപാടിയിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ വ്യോമസേനയുടെ സമാനതകളില്ലാത്ത പുരോഗതിയുടെ തെളിവാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഓപ്പറേഷൻ സായുധ സേനകൾക്കിടയിലെ ഏകോപനവും സഹകരണവും പ്രകടമാക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിലെ ഡുണ്ടിഗലിലുള്ള വ്യോമസേന അക്കാദമിയിൽ നടന്ന കമ്പൈൻഡ് ഗ്രാജുവേഷൻ പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ കരസേനയിൽ പുതുതായി കമ്മീഷൻ ചെയ്ത 419 ഉദ്യോഗസ്ഥരെ സ്വാഗതം ചെയ്യുന്നതിനായുള്ള പാസിംഗ് ഔട്ട് പരേഡ് ഉത്തരാഖണ്ഡിൽ നടന്നു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പരേഡിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 32 കേഡറ്റുകൾ ഉൾപ്പെടെ ആകെ 451 പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ച് ഇറാൻ. സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം അന്തിമമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 282 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.